നമ്മളിന്ന് നോക്കാൻ പോകുന്ന വില്ലേജ് എക്സ്റ്റൻഷൻ ഓഫീസറിൻ്റെ ക്വസ്റ്റ്യൻ ആൻഡ് ആൻസേഴ്സാണ്. നമ്മൾ ഓരോ ദിവസവും ഓരോ PYQ വെച്ച് പഠിക്കുന്നതായിരിക്കും. അപ്പോൾ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യാം. താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായ ഉത്തരം കണ്ടെത്തുക. ഇവിടെ ശരിയായ ഉത്തരം എന്ന് പറയുന്നത് 1, 2, 4 ആണ്. അതായത് കേരളത്തിലെ ഔഷധ സസ്യങ്ങളെക്കുറിച്ച് എഴുതിയ ഗ്രന്ഥമാണ് ഹോർത്തൂസ് മലബാറിക്സ്. ഡച്ച് ഗവർണറായ വാൻഡ്രിഡ് ആണ് ഈ ഗ്രന്ഥം രചിച്ചത്. 1678 1703 ആംസ്റ്റർഡാമിൽ നിന്നാണ് ഈ ഗ്രന്ഥം പുറത്തിറക്കിയത്. അതായത് കേരള ഔഷധ സസ്യങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഗ്രന്ഥമാണ് ഹോർത്തൂസ് മലബാറിക്സ്. ഡച്ച് ഗവർണറായ വാൻഡ്രിഡ് ആണ് ഈ ഗ്രന്ഥം രചിച്ചത്. 1678 1703 ആംസ്റ്റർഡാമിൽ നിന്നാണ് ഈ ഗ്രന്ഥം പുറത്തിറക്കിയത്. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ ജോഡി, തെറ്റായിട്ട് ജോഡി. ഇവിടെ ലാറ്റിൻ അമേരിക്കൻ വിപ്ലവം എന്ന് പറയുന്നത് സൈമൺ ബോളിവർ ആണ്. റഷ്യൻ വിപ്ലവം എന്ന് പറയുന്നത് ലെനിൻ അല്ല, അലക്സാണ്ടർ കെറൻസ്കിയാണ്. റഷ്യൻ വിപ്ലവം അലക്സാണ്ടർ കെറൻസ്കിയാണ്. മഹത്തായ വിപ്ലവം ജെയിംസ് സെക്കൻഡ് ആണ്. ഫ്രഞ്ച് വിപ്ലവം എന്ന് പറയുന്നത് ലൂയി 16 റോബോസ്ഫിയറുമാണ്. ഫ്രഞ്ച് വിപ്ലവം ലൂയി 16 ആൻഡ് റോബോസ്ഫിയർ. റഷ്യൻ വിപ്ലവം എന്ന് വെച്ചാൽ അലക്സാണ്ടർ കെറൻസ്കി. മഹത്തായ വിപ്ലവം ജെയിംസ് സെക്കൻഡ്. ലാറ്റിൻ അമേരിക്കൻ വിപ്ലവം സൈമൺ ബോളിവർ. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് താഴെ കൊടുത്തിരിക്കുന്നതിൽ നിന്ന് ശരിയായ ജോഡി തിരഞ്ഞെടുക്കുക എന്നാണ്. ഇവ 1, 2, 4 എന്നിവയാണ് ശരിയായിട്ട്. പ്രധാനമന്ത്രി വയോവന്ദന യോജന 2017 മെയ് മാസം ആരംഭിച്ചു. 60 വയസ്സോ അതിനു മുകളിലുള്ള സീനിയർ സിറ്റിസണിന് വേണ്ടിയിട്ടുള്ളതാണ് വയോവന്ദന യോജന. ഇന്ത്യൻ പൗരന്മാർക്ക് മാത്രമുള്ളതാണിത്. ഇതെന്ന് വെച്ചാൽ 2017 വയോവന്ദന യോജന 60 വയസ്സോ അതിനു മുകളിലുള്ള സീനിയർ സിറ്റിസന് വേണ്ടിയുള്ള പദ്ധതിയാണ്. ഇന്ത്യൻ പൗരന്മാർക്ക് മാത്രമാണ് ഉള്ള പദ്ധതിയാണ്. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് താഴെ കൊടുത്തിരിക്കുന്ന സംഘടനകൾ രൂപം കൊണ്ട ക്രമത്തിൽ ശരിയായ ഓപ്ഷൻ കണ്ടെത്തുക. ഇവിടെ ശരിയായ ഓപ്ഷൻ A ആണ്. അതായത് ആദ്യം വരുന്നത് 3 ഈസ്റ്റ് ഇന്ത്യ അസോസിയേഷൻ. രണ്ടാമത് വരുന്നതെന്ന് വെച്ചാൽ ഇന്ത്യൻ അസോസിയേഷൻ. പിന്നെ വരുന്നതെന്ന് പറയുന്നത് ബോംബെ പ്രസിഡൻസ് അസോസിയേഷൻ. അവസാനം വരുന്നത് ഓൾ ഇന്ത്യ കിസാൻ സഭ. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ ഗോദാവരി നദിയുടെ പോഷക നദി ഏത്? ഗോദാവരി നദിയുടെ പോഷക നദിയാണ് ശബരി. ലക്ഷദ്വീപിൻ്റെ തലസ്ഥാനം കവരത്തി. ഹിമാചൽ പ്രദേശിനെയും ടിബറ്റിനെയും ബന്ധിപ്പിക്കുന്ന ചുരം. ഹിമാചൽ പ്രദേശിനെയും ടിബറ്റിനെയും ബന്ധിപ്പിക്കുന്ന ചുരമാണ് ഷിപ്കില ചുരം എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ ധ്രുവങ്ങളിലെ ഉച്ചമർദ്ദ കേന്ദ്രങ്ങളിൽ നിന്ന് ഉപോഷ്ണ മേഖലയിലേക്ക് വീശുന്ന ഹിമക്കാറ്റ്. ധ്രുവങ്ങളിലെ ഉച്ചമർദ്ദ കേന്ദ്രത്തിൽ നിന്ന് ഉപോഷ്ണ മേഖലയിലേക്ക് വീശുന്ന ഹിമക്കാറ്റാണ് ധ്രുവീയ പൂർവ്വവാതങ്ങൾ. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ തേയില ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനമാണ് ആസാം. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ തേയില ഉൽപ്പാദിപ്പിക്കുന്ന ആസാം. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ദാദാഭായ് നവറോജിയുടെ പുസ്തകം എന്ന് വെച്ചാൽ പോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യയാണ്. അടുത്ത ക്വസ്റ്റ്യൻ നീതി ആയോഗിൻ്റെ ഇപ്പോഴത്തെ വൈസ് ചെയർമാൻ എന്ന് പറയുന്നത് ആൻസർ എന്ന് വെച്ചാൽ ഇപ്പോൾ സുമൻ ബെറിയാണ്. അടുത്ത ക്വസ്റ്റ്യൻ ഇന്ത്യയിൽ പഞ്ചവത്സര പദ്ധതിയുമായി ബന്ധപ്പെട്ട് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ തെറ്റായത് ഏത്? ഇവയെ തെറ്റായിട്ടുള്ള ആദ്യത്തെയാണ്, ബാക്കിയെല്ലാം ശരിയാണ്. രണ്ടാം പഞ്ചവത്സരത്തിൽ മഹലോനോബിസ് മാതൃക അനുസരിച്ചാണ് നടപ്പിലാക്കിയത്. 1966-69 വരെ കാലഘട്ടം ഇന്ത്യയിൽ പ്ലാൻ ഹോളിഡേ നടപ്പാക്കി. 1978 ഇന്ത്യയെ റോളിംഗ് പ്ലാൻ നടപ്പിലാക്കി. അടുത്ത ക്വസ്റ്റ്യൻ താഴെ തന്നിരിക്കുന്ന ശരിയായ പ്രസ്താവനകളെയാണ്. ഇവ ശരിയായ പ്രസ്താവന 1, 2, 3. 1949 റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ദേശസാൽക്കരിച്ചു. 1969 14 ബാങ്കുകൾ ദേശസാൽക്കരിച്ചു. 1980 6 സ്വകാര്യ ബാങ്കുകൾ ദേശസാൽക്കരിച്ചു. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ചേരുംപടിയാണ്. പുതിയ സാമ്പത്തിക നയം എന്ന് വെച്ചാൽ 1991. ആസൂത്രണ കമ്മീഷൻ എന്ന് വെച്ചാൽ 1950. നബാർഡ് 1982. നീതി ആയോഗ് 2015. പുതിയ സാമ്പത്തിക നയം 1991. ആസൂത്രണ കമ്മീഷൻ 1950. നബാർഡ് 1982. നീതി ആയോഗ് 2015. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ ഇന്ത്യൻ ഭരണഘടന ബ്രിട്ടനിൽ നിന്ന് കടം കൊണ്ട വ്യവസ്ഥകൾ തിരിച്ചറിയുക. പാർലമെൻ്ററി ഭരണ സംവിധാനം, നിയമവാഴ്ച. അടുത്ത ക്വസ്റ്റ്യൻ ഇന്ത്യയിൽ ഉപരാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കുന്നത് ആരെല്ലാമാണ്? ഉപരാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കുന്നത് ലോക്സഭയും രാജ്യസഭയും ചേർന്നാണ്. ഇനി അടുത്ത പഞ്ചായത്ത് രാജ് സമ്പ്രദായം ബന്ധപ്പെട്ടിരിക്കുന്ന 2 വ്യക്തിത്വങ്ങളെ തിരിച്ചറിയുക. അശോക് മേത്ത ആൻഡ് ബൽവന്ത് റായ് മേത്തയാണ് പഞ്ചായത്ത് രാജ് സമ്പ്രദായം ബന്ധപ്പെട്ടവർ. അടുത്ത ക്വസ്റ്റ്യൻ നിർദ്ദേശക തത്വങ്ങളിൽ പെടാത്തത് കണ്ടുപിടിക്കുക. നിർദ്ദേശക തത്വങ്ങളിൽ പെടാത്തത് നിയമത്തിന് മുന്നിലുള്ള സമത്വവും വിവേചനവും നിന്നുള്ള സംരക്ഷണവുമാണ് നിർദ്ദേശക തത്വങ്ങളിൽ പെടാത്തവ. നിർദ്ദേശക തത്വങ്ങളിൽ പെടുന്നവ എന്ന് പറയുന്ന മദ്യനിരോധനവും കുടിൽ വ്യവസായങ്ങളുടെ വികസനവും ഏകീകൃത സിവിൽ കോഡും അന്താരാഷ്ട്ര സമാധാനവും സുരക്ഷിതത്വവും ഗ്രാമപഞ്ചായത്തുകളുടെ രൂപീകരണവും ജോലിക്ക് തുല്യവേതനം.